ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് തിരച്ചി മീൻ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വറുത്തരച്ച് കറി വയ്ക്കാം. ഇതിനായി 1.5 കിലോ തിരച്ചി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമായ സാധനങ്ങൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു തേങ്ങ വറുക്കാൻ ആവശ്യത്തിന്. തേങ്ങ നമ്മൾ വറുക്കാൻ എടുക്കുന്നതിന് മുമ്പ് മീൻ കഷ്ണം, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതിൽ മെയിനായിട്ട് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് പുരട്ടി വയ്ക്കുക. അങ്ങനെ നമ്മൾ അരപ്പൊക്കെ പുരട്ടി മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ അതിലേക്ക് ചേർത്ത് ചെറുതീയിൽ നന്നായി വറുത്തെടുക്കുക. തേങ്ങ മൂത്ത് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ഒരു 2-3-4 ചെറിയ ഉള്ളി, കുറച്ച് ഇഞ്ചി, 2-3 വെളുത്തുള്ളി എന്നിവ അതിലേക്കിട്ട് നന്നായി വറുത്തെടുക്കുക. തേങ്ങ നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതിൽ റെക്കോർഡായിട്ടില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, കുറച്ച് നല്ല മുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. തേങ്ങ മൂത്ത് വന്ന് പൊടികൾ ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ വലിയ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. തേങ്ങ അരയ്ക്കാൻ എടുക്കുമ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കുക, അപ്പോൾ കറിക്ക് സ്വാദ് കൂടും. ഇനി നമ്മൾ ചട്ടി അടുപ്പിലേക്ക് വെച്ച് ആവശ്യത്തിന്, അതായത് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് അല്പം കടുകിടുക, ചെറിയ ഉള്ളി, 2-3 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അങ്ങനെ നമ്മുടെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ മൂത്ത് നല്ലൊരു മണം വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി അതിലേക്കിട്ട് നന്നായി മൂപ്പിക്കുക. ഞാനിവിടെ ഇതിലേക്ക് 2 വലിയ പച്ചമുളക് കൂടി കീറിയിട്ടിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളവും ഒഴിച്ച് നന്നായിട്ട് ചേർത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ വറുത്തരച്ച കറിയിലേക്ക് വാളൻ പുളിയാണ് ചേർക്കുന്നത്. പിണംപുളി ചേർക്കാറില്ല. വാളൻപുളി
ചേർത്ത് നന്നായിട്ട് കറിയാക്കിയെടുത്ത് തിളച്ച കറിയിലേക്ക് ആവശ്യത്തിന് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റിന് ശേഷം കറി അടിയിൽ പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി തിരച്ചിക്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. സൂപ്പർ ഐറ്റമാണ്, പൊളിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.